ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് മക്കൾക്കൂടെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ്. മോനുണ്ടല്ലോ, ഗോതത്തിന് അവിടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് സ്കൂളില്ല, അതുകൊണ്ട് മോൻ ട്യൂഷന് പോകുന്നതേ ഉള്ളൂ. അങ്ങനെ മോനെയൊക്കെ പറഞ്ഞൊക്കെ വിട്ടതിന് ശേഷം വന്ന് അടുക്കളയിൽ കയറി ചോറെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചു. ചോറ് വയ്ക്കുന്നില്ല, അല്ലാതെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഇങ്ങ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കും. എന്നിട്ട് സോയാബീൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഭൂരിയും കൂടെ ഉണ്ടാക്കാം. സോയാബീൻ കറി ഉണ്ടല്ലോ, എൻ്റെ ഗൗതത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. വണ്ണം കുറയാനൊക്കെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നതല്ലേ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ല വേവിച്ച്, ഉപ്പ് കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ സോയാബീൻ കറിയൊക്കെ വേവിക്കുന്നത്. കറിയല്ല, ആ സോയാബീൻ പുഴുങ്ങാനിടത്തില്ലേ, നമ്മൾ വേവാനിടത്തില്ലേ, അപ്പം അത് ഉപ്പിട്ടങ്ങ് വേവിക്കും. എന്നിട്ട് അരിയൊക്കെ റെഡിയാക്കി വെച്ചു, അതൊക്കെ ഊറ്റിയങ്ങ് ഇട്ടു. എന്നിട്ട് ഭൂരിക്കുള്ള മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് പണി കിട്ടാറുണ്ട്. എനിക്കിപ്പം കുറച്ച് ദിവസം കൊണ്ട് മൊത്തം കിട്ടുന്നത് പണിയാണ്. കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ. എങ്കിലും മാവ് കുഴച്ച് വെള്ളം കൂടിയതുകൊണ്ട് മാവിട്ടപ്പോൾ ടൈറ്റായി. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു, അപ്പം പിന്നെ വീണ്ടും വെള്ളം കൂടി. അങ്ങനെ പിന്നെ ഒരുപാട് മാവങ്ങ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ കൂടുതലുള്ള മാവങ്ങ ഞാൻ കുഴച്ചങ്ങ് എടുത്തു. ഇത് പിന്നെ സ്ഥിരം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് പിന്നെ ബാക്കി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം ഉണ്ടെങ്കിൽ ഞാൻ അടപ്പുള്ള ഒരു പാത്രത്തിനകത്ത് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാലുണ്ടല്ലോ, നമുക്ക് പിറ്റേ ദിവസമൊക്കെ നമുക്കെടുത്ത് ഉണ്ടാക്കാം. കാര്യം മാവൊക്കെ കുഴച്ചൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങ് റെഡിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം വഴറ്റി കേട്ടോ. അതൊന്നും ആ തക്കാളിയും ഇഞ്ചിയൊക്കെ സവാളയൊക്കെ അരിയുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. അത് മാത്രമല്ല, ഇളയ പുത്രന് പോകണം, ഗോകുലിന് പോകണം. അതുകൊണ്ട് വേഗം അങ്ങ് റെഡിയാക്കി എടുത്തതാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ അതെല്ലാം വയന്ന് വന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി കുറച്ചാണ് ഇട്ടത്. പിന്നെ കുറച്ചധികം കുരുമുളകും ഒക്കെ ഇട്ട് നല്ല വഴറ്റി എടുത്തു. പക്ഷേ ഇത് ഒരുപാട് വഴുന്നത് പോലെ അല്ല, മസാലയെല്ലാം പരണ്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെങ്കിലും ഓരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കോൺഫ്ലവറൊക്കെ ഇട്ട് ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താലും നല്ലതാണ് കേട്ടോ ഈ സോയാബീൻ. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം മാവെടുത്ത് ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതി. കാര്യം മോന് വരുമ്പം ഭൂരി ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇത് ഇളയവനെ എങ്ങ് പറഞ്ഞു വിടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അവൻ വന്ന് തൊട്ട് പിറകെ നിന്ന് കാര്യങ്ങൾ പറയുകയാണ്. യൂണിഫോം തേക്കട്ടോ. പണ്ടൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഞാൻ തേക്കുന്നതാണ്. ഇപ്പോൾ ഇളയവന് സ്വന്തമായിട്ട് തേച്ച് തുടങ്ങി. എനിക്ക് പേടിയാണ്. ഞാൻ അയൺ ബോക്സൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ കൂടെ വന്ന് നോക്കും. ഞാൻ പറയും വേണ്ട, ഞാൻ തന്നെ ചെയ്ത് തരാം. എങ്കിലും അത് കേൾക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് തുടങ്ങും. ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര മിടുക്കുക. അതേസമയം കൊണ്ടുവരുന്ന യൂണിഫോമും ബെൽറ്റും ഐക്കാർഡും ഒക്കെ അവിടെയൊക്കെ വലിച്ചിടും. അതൊരു പ്രത്യേക തരമാണ്. എന്നിട്ട് അവിടെ ഇരിക്കട്ടെ. ഭൂരി ഇച്ചിരി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ വേഗം ചീനി ഇരുന്നു കേട്ടോ. അതെടുത്ത് വെച്ചൊന്ന് കറിയാക്കി അങ്ങ് വെക്കാം എന്ന് വെച്ച് ചീനിയൊക്കെ അങ്ങ് നല്ലോണം വെട്ടിയൊക്കെ എടുത്തു. അതൊക്കെ കൊത്തി അരിഞ്ഞു കേട്ടോ. പണ്ട് എനിക്കിങ്ങനെ അരിയാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. കൊത്തി അരിയാൻ ഞാൻ ഈ അരിയുമ്പം എൻ്റെ അമ്മ അരിയും. അങ്ങനെയൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മ അരിയും. അങ്ങനെ ഞാൻ നോക്കി ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കവാറുമുള്ള എല്ലാ കറികളും, എല്ലാ ജോലികളും ഞാൻ ചെയ്ത് പഠിച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാം അറിയാവുന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്കൊരു ചായ ഇടാനോ ചപ്പാത്തി ഉണ്ടാക്കാനോ ദോശ അമ്മ ഒഴിക്കുമ്പോൾ ആ തവി എടുത്ത് വെച്ച് കോരി ഒഴിക്കാനൊക്കെ മാത്രമേ അറിയത്തുള്ളായിരുന്നു കേട്ടോ. പിന്നെ തുണി കഴുകും, പിന്നെ വിളക്കൊരുക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. കാര്യം എന്ന് വെച്ചാൽ നമ്മളന്ന് പഠിക്കാൻ പോകുന്നു, വീട്ടിൽ വരുന്നു, പിന്നെ മുറ്റമൊക്കെ തൂക്കും കേട്ടോ. ചിലപ്പോൾ തുണികളൊക്കെ അമ്മയാണ് കൂടുതലും കഴുകുന്നത്. അങ്ങനെ എനിക്ക് ഒരു ചായ ഇടാൻ മാത്രം അറിഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്കെല്ലാം അറിയാം. അത് നമ്മുടെ ഇവിടെ വന്ന് പഠിച്ചതാണ്. എന്നിട്ട് പല രീതികളും, അമ്മ വയ്ക്കുന്ന രീതിയല്ല ഇവിടുത്തെ അമ്മ വയ്ക്കുന്നത്, പലതും വ്യത്യസ്തമാണ്. ഇവിടെ കൂടുതലും ഈ ചക്ക, ചീനിയൊക്കെ അമ്മ എപ്പോഴും അവിയലൊക്കെ കൂടുതൽ വയ്ക്കും കേട്ടോ. നമ്മളവിടെയൊക്കെ വെച്ചാൽ അങ്ങനെ എപ്പോഴും ചക്ക കിട്ടാനില്ല. ചക്കയൊന്നും ആ ഏരിയയിൽ അധികം ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ചക്കയുണ്ട്. എല്ലാ വീട്ടിലും ഓരോരോ പ്ലാവുണ്ട്. നമ്മളെ വീട്ടിലൊന്നും അങ്ങനെയില്ല. അങ്ങനെ ജോലികളൊന്നും അറിയാത്തപ്പോൾ എന്നെപ്പോലെ ആയിരിക്കും എല്ലാ പെണ്ണുങ്ങളും അല്ലേ. കാര്യം കല്യാണം കഴിഞ്ഞ് വന്ന് ആണ് നമ്മളെല്ലാം ചെയ്ത് പഠിക്കുന്നത്. പിന്നെ മക്കളൊക്കെ വളരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇത് ഭൂരിയൊക്കെ മാവൊക്കെ പരത്തിയെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഭൂരിയുടെ മാവ് നല്ല രീതിക്ക് തിളച്ചിട്ട് വേണം എണ്ണയിലോട്ടിടാൻ. അത് എണ്ണ ചൂടായോ എന്നറിയാൻ കുറച്ച് ബോൾ പോലെ ആക്കി അതിനകത്തോട്ട് ഇട്ട് നോക്കുമ്പോൾ പൊങ്ങി വരും കേട്ടോ. അത് മാത്രമല്ല, ഈ ഭൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് റവയും കൂടെ ചേർത്ത് കുഴയ്ക്കണം കേട്ടോ. ഞാൻ കുഴച്ചിട്ടില്ല, എങ്കിലും പറഞ്ഞതാണ്, നല്ലതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നെങ്കിൽ ചെയ്ത് നോക്ക്. എന്നിട്ട് തൊട്ടിപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചീനിയും വെച്ച് കേട്ടോ.
ചീനി നല്ലോണം കള്ളക്കള ഒരു തിളപ്പ് ആയതേ ഉള്ളൂ കേട്ടോ, അങ്ങ് നല്ല രീതിക്ക് അങ്ങ് വെന്തു. ഞാൻ ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലത്തെ ചീനി ഞാൻ പുഴുങ്ങിയെടുത്തു, അതൊക്കെ നല്ല കുഴഞ്ഞു പോയി. അതുകൊണ്ട് എനിക്കറിയാം ചീനി ഒരു തിളപ്പ് ഇളപ്പുമ്പം തന്നെ അത് നല്ല പരുവായി കിട്ടുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഭൂരിയൊക്കെ ഞാൻ കോരിയെടുത്തു. മൂത്തവൻ വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. ഞാനും കഴിച്ചില്ല, എനിക്ക് പക്ഷേ വിശക്കുന്നുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഭൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇളയവനെ കിടന്ന് വിളിക്കുകയാണ്, വാ വാ. അവനാണെങ്കിൽ പല്ല് തേക്കുന്നു, പല സ്ഥലത്തായിട്ട് കിടന്ന് നടക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ അപ്പം വിചാരിച്ചിരുന്നു, അപ്പം അവൻ വരുമ്പോൾ കൊടുക്കാമെന്ന് പറയുന്നത് തൊട്ടിപ്പുറത്തെ അടുപ്പിൻ്റെ ആ സൈഡിലോട്ടങ്ങ് എടുത്ത് വെച്ചു. എന്നിട്ട് ചീനി എപ്പോഴത്തേക്കും വെന്തു. ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ ചീനി വെന്തു കേട്ടോ, നല്ല തീ വെച്ച് കൊടുത്തപ്പം വെന്തു. എന്നിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടും, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില പിച്ചിയിട്ടു, പിന്നെ 3-4 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടു കേട്ടോ. എൻ്റെ അമ്മയാണെങ്കിലും പലരും ഞാൻ കണ്ടിട്ടുണ്ട് തേങ്ങ ചതച്ചിടുന്നതും കൂടെ. ഞാനങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് ആ തേങ്ങ ചതച്ച് ഇടുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് ഈ രീതിയിൽ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നല്ല കുഴച്ച് പരുവത്തിന് എടുത്തപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ചിരട്ടത്തവി 2ആയിട്ട് പോയി. അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ സംഭവിക്കും കേട്ടോ. പണ്ടത്തുള്ള ചിരട്ടത്തവിയൊന്നുമല്ല ഇപ്പോഴത്തെ ചിരട്ടത്തവി. പിന്നെ അടുത്തിരുന്നൊരു സ്പൂൺ എടുത്ത് വെച്ചെല്ലാം നല്ല കുഴച്ചതേ ഉള്ളൂ, അങ്ങ് നല്ല രീതിയായിട്ടുണ്ട്. അങ്ങനെ മോന്ത വെള്ളമൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനൊരു ചായയും കൂടി ഇട്ടു, ഞാനും ഇട്ട് കുടിച്ചു കേട്ടോ. ഞാൻ കുടിച്ചില്ലായിരുന്നു, മൂത്തവനാണെങ്കിൽ ഒരു ചായ കൂടി കുടിക്കാതെ പോയത്. ഇനി വന്നിട്ട് വേണം അവന് കഴിക്കാൻ. അങ്ങനെ ഞാൻ ഭൂരി എടുത്ത് അവന് കൊടുത്തു, സോയാബീൻ കറിയും കൂടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇച്ചിരി ചീനിയും കൂടെ എടുത്ത് ഒടിച്ച് കഴിച്ചു. എനിക്കെന്തോ തോന്നി ആ സമയത്ത്. അപ്പോൾ ഉടനെ അവനത് വേണം കേട്ടോ. അവൻ കഴിച്ചിട്ട് അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ് മക്കൾ വരുമ്പം അമ്മ ആക്കി തരാമെന്ന് പറഞ്ഞു, ഇത് കാണുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ചായ എടുത്ത് കുടിച്ചപ്പോഴല്ലോ എനിക്കങ്ങ് തൊണ്ടവേദന സത്യം പറഞ്ഞ് ഇതുവരെ മാറിയില്ല കേട്ടോ. ആ മുള്ളു കൊണ്ടത് ഒട്ടും എനിക്ക് മാറുന്നില്ല. എന്നിട്ട് ഒരുങ്ങി അവിടെ ഇരുന്നിട്ട് വരത്തില്ല. ഇതാണ് എനിക്ക് ഏറ്റവും കലി കേട്ടോ. കാര്യം വിളിച്ചാൽ വരത്തില്ല. അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ അവൻ വരൂ. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി വാടാന്ന് പറഞ്ഞപ്പോൾ കുണുങ്ങിയൊക്കെ വന്നു. അതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ വന്ന് എൻ്റെ ഗൗതത്തിന് ഫുഡൊക്കെ കൊടുത്തു. ഞാനും മോനും കൂടെ കുറച്ച് നേരം സംസാരിച്ച് അവൻ സെറ്റിയിൽ കിടന്നുറങ്ങി. ഏകദേശം ഒരു 10 മണി സമയമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് അവന് വേഗം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ സംസാരിച്ച് അവൻ സെറ്റിൽ കിടന്നുറങ്ങി. ഞാൻ ഫോൺ നോക്കി കട്ടിലിലും കിടന്നുറങ്ങി. അയ്യോ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിയായി കേട്ടോ. ചാടി എണീറ്റു. ഇന്നെനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്. അതിന് 2 മണിക്ക് എണീറ്റോ, അയ്യോ ഒന്നും ചെയ്തില്ല, ഇനി എന്തോ ചെയ്യും. ഇപ്പം ഇനി കൊച്ചിന് സ്കൂളിൽ നിന്ന് കൊച്ചു വരുന്ന സമയമായി. അങ്ങനെ വേഗം ചടപട ചാടി എണീറ്റിട്ട് വേഗം മീനെടുത്തങ്ങ് വെള്ളത്തിലിട്ടു. കാര്യം ഇത് ഇനി എപ്പോഴാണ് ഇത് ക്ലിയറായി വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നിട്ട് വേഗം തേങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും വന്ന് വാങ്ങിച്ചു കുടിച്ചു ബാക്കി. എന്നിട്ട് നമ്മുടെ മീൻ അരച്ചെടുത്തു കേട്ടോ. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, പുളിയൊക്കെ ചേർത്തപ്പോഴല്ലോ. പുളിയുടെ കാര്യം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭരണിയിൽ അതിൻ്റെ അടപ്പ് വീണ് കേട്ടോ. ഇത് പുളി എന്ന് തീരും അന്ന് ഞാൻ തല്ലിപ്പൊട്ടിക്കും, അല്ലാതെ പറ്റത്തില്ല, അത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേഗം അരപ്പൊക്കെ ആക്കി അരച്ചൊക്കെ എടുത്തു. തുമ്മൽ എനിക്ക് വയ്യ, എന്തോ ചെയ്യണം. ഇനി എനിക്ക് ടെൻഷനായിപ്പോയി. കാര്യം ഇത്രയും ഉറങ്ങിയോ? കാര്യം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് ഉണരുന്നതാണ്, അതുകൂടിയല്ല കേട്ടോ. അങ്ങ് ഉറങ്ങിപ്പോയി. ഇനി ക്ഷീണമാണോ എന്താണെന്നറിയത്തില്ല കേട്ടോ. എന്തോ ഇങ്ങനെ ഫോണിൽ നോക്കി കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങി. ഞാൻ വിചാരിച്ചു അവനെങ്കിലും ഉണർന്നാൽ എന്നെ ഒന്ന് വിളിക്കുമെന്ന്. അമ്മ അതുമില്ല. എന്നിട്ട് അരപ്പ് ചട്ടിയിൽ എടുത്തൊഴിച്ചു, എല്ലാം നല്ല കലക്കി കുറേ അധികം പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കലക്കി എടുത്തു കേട്ടോ. എന്നിട്ട് തിളച്ച് വന്നപ്പോൾ മീനിടാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് കൊഞ്ച് കൂടെ വാങ്ങിച്ചു. കൊഞ്ചെന്ന് പറയുന്നുണ്ടല്ലോ നഷ്ടമാണ്, പൊന്നുവില കൊടുത്ത് വാങ്ങിച്ചതാണ്. 14 കൊഞ്ച് ഞാൻ നോക്കിയപ്പോൾ 14 കൊഞ്ച് 100 രൂപ. അത് തീരെ കുഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഇപ്പോഴത്തെ വില എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എണ്ണി നോക്കി, ഇപ്പം കട്ട് ചെയ്തപ്പോൾ ഒന്നുമില്ല, അങ്ങനെ എണ്ണി നോക്കിയതാണ്. അപ്പം നോക്കിയപ്പം 14 കൊഞ്ച് 100 രൂപയ്ക്ക്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലേ. ഒന്നും എത്തത്തില്ലെങ്കിലും ഈ കൊഞ്ച്, ഞണ്ട്, കണവ, കക്ക മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പിന്നെ എല്ലാ മസാലപ്പൊടി നിറച്ച് കുരുമുളക് ചേർത്തു. ഇതേ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ, ഒന്നും തികയത്തില്ല. അതെല്ലാം എടുത്ത് കരിവേപ്പിലേക്ക് ഇങ്ങനെ പിച്ചിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഇട്ടു കേട്ടോ. എൻ്റെ ദൈവമേ എന്തോരു മണം, ഭയങ്കര മണം കേട്ടോ. കൊഞ്ചിന് എന്തായാലും നല്ല ഫ്രഷ് കൊഞ്ചാണ്. അതിട്ടു മക്കൾക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാം. അപ്പം മറ്റവൻ പറയണേ എനിക്ക് വിശക്കുന്നേ, ഞാനൊരു 9:30 ആയപ്പം വല്ലതും കഴിച്ചതാണേ, ഈ അമ്മ എനിക്ക് എന്തൊരു ഉറക്കം ഉറങ്ങിയത്. ഞാൻ പറഞ്ഞു മോനെ എന്തോന്ന് അറിയത്തില്ല, ഞാൻ വിചാരിച്ച് നീ ഉണർന്നെങ്കിലും എന്നെ വിളിക്കുമെന്ന്. ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. അവനാണെങ്കിൽ ഫാൻ ഇടാതെ സെറ്റിൽ കിടന്ന് ഉറങ്ങിയത്. ഞാൻ പിന്നെ ഫാനൊക്കെ ഇട്ടുകൊണ്ട് ഫോൺ നോക്കി കിടന്നാണ് ഉറങ്ങിയത്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാമൊക്കെ റെഡി ആയിട്ടുണ്ട്. കടുക് ശത്രുവാണ്, കടുക് താളിക്കാതെ പറ്റത്തില്ല. മാറി നിന്ന് ദൂരെ നിന്ന് പേടിച്ചതെല്ലാം അങ്ങ് ഒഴിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 3:15 ആയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം റെഡിയാക്കി എടുത്തു
കേട്ടോ. സോയാബീൻ ഉണ്ടായിരുന്നു, ചീനി ഉണ്ടായിരുന്നു, ചൂരക്കറി ഉണ്ടായിരുന്നു, കൊഞ്ച് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 2 കൊഞ്ച് എടുത്തു കേട്ടോ. എനിക്ക് എന്തോ അങ്ങനെ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തു. എന്നിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് പേരിപ്പം വേഗം പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല. ചീനി കുഴച്ചതിൻ്റെ കൂട്ടത്തിൽ സാലഡ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്നല്ല, ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. കുറച്ച് സാലഡും കൂടെ ആക്കി. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. നിങ്ങളെയൊക്കെ വീട്ടിൽ ചീനി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തായാലും ഉണ്ടാക്കാതിരിക്കത്തില്ല കപ്പ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കി, തൈരും കാണുമല്ലോ, ഒന്നതൊന്ന് കുഴച്ച്, അതായത് സാധാരണ കപ്പയുടെ കൂടെ മീനും ചീനിയും മീൻകറിയൊക്കെ നമ്മൾ ഉടച്ച മീനും പിന്നെ എന്തുവാണ് മുളകൊക്കെ അള്ളി വെച്ച് നമ്മൾ കഴിക്കുന്നത്. ഈ സാലഡൊന്ന് ആക്കി നോക്ക്. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്താണ്, ഇച്ചിരി തൈരിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വെച്ച് കേട്ടോ. അടിപൊളി. ഞാൻ കഴിക്കുന്നുണ്ട്. എൻ്റെ മോനും അതെടുത്ത് കഴിച്ചപ്പം പറഞ്ഞു കൊള്ളാം. പിന്നെ അവൻ്റെ മുഖം എടുക്കുന്ന അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവൻ്റെ കൈ മാത്രം എടുത്തത്. അത് കഴിഞ്ഞിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഗോകുലിൻ്റെ അപ്പച്ചി വിളിക്കുന്ന കാര്യം, ഗോകുലിനെ കൊണ്ടുവരുന്നത് അപ്പച്ചിയാണ്. വൈകിട്ട് എടി പെട്രോൾ തീർന്നടി, ഞാനും അവനും കൂടെ വന്നപ്പോൾ പെട്രോൾ തീർന്നു, നീ വേഗം പോയി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തായാലും മുമ്പ് എനിക്ക് പെട്രോൾ തീർന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് എത്തിയപ്പോൾ തന്നെയാണ് കേട്ടോ കൺമണി ചേച്ചിയുടെയും പെട്രോൾ തീർന്നു പോയത്. ഞങ്ങൾ കൺമണി എന്നാണ് വിളിക്കുന്നത്. ചേച്ചിയുടെ കൊച്ചിലെ അവിടെ വീട്ടുകാർ വിളിച്ച പേരാണ് കേട്ടോ. വിദ്യ എന്നാണ് പേര്. ഞാൻ പിന്നെ വോയിസിൽ അറിയാതെ ഇങ്ങ് പറഞ്ഞു പോയതാണ് കൺമണി ചേച്ചിന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഓടിപ്പോയി പെട്രോളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു, ഒഴിച്ച്. അപ്പം കൊച്ച് വരാനും ലേറ്റായി കേട്ടോ. അങ്ങനെ കൺമണി ചേച്ചി ഇങ്ങ് പോയി. എന്നിട്ട് വേഗം മോനെടുത്ത് പറഞ്ഞു, മക്കളെ വേഗം പോയി കുളിച്ചിട്ടോ, ട്യൂഷനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വേഗം മോനെ ആഹാരം വാരി കൊടുത്തിട്ടോ. ഞാൻ ആ കൊഞ്ചുണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെ ചോറിട്ട് ചീനിയും മീനും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ പെരട്ടി കൊച്ചിനൊക്കെ വാരി കൊടുത്തു. കൊച്ചൊരമ്മ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പറഞ്ഞങ്ങ് വിട്ടു. ടേസ്റ്റ് കൂടുതൽ പറയണ്ട, നീ പോയി പഠിക്കേ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം സ്ഥിരം ഡ്യൂട്ടിയിലോട്ട് കൈ വെച്ചു കേട്ടോ. അങ്ങനെ ദേ കണ്ടില്ലേ, പല സ്ഥലത്തെടുത്തിടും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭയങ്കര മിടുക്കാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടുന്നത് പലപ്പോഴും ഇതായിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ചെയ്യുന്നിടത്തോളം ഞാൻ ചെയ്യാം. സ്വന്തമായിട്ട് തോന്നി ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഒരു കരിയലോടും ഇല്ല കേട്ടോ. എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യും. കാര്യം ഒരു എക്സസൈസും കൂടെ ആവട്ടെ എന്ന് കരുതി തൂത്തൊക്കെ വാരി വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് 2 ദിവസമായിരുന്നു കേട്ടോ. അതെല്ലാം വൃത്തിയാക്കി ഇത് തൂത്തങ്ങ് കത്തിച്ചു. എന്നിട്ട് കുറച്ച് തുണികൾ കിടപ്പുണ്ട്, അതുകൂടെ പോയി ഒന്ന് കഴുകണം. അത് മാത്രമല്ല, മോൻ ട്യൂഷന് പോകുന്നതിന് മുമ്പ്, മോൻ നൈറ്റ് ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഗൗതം വിളക്കെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് പിന്നെ എനിക്ക് വിളക്കൊരുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴത്തേക്കും പൈപ്പിൽ വെള്ളമില്ല. ഒരു വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോൻ ഇളയവൻ വന്ന് ട്യൂഷൻ കഴിഞ്ഞ്. അപ്പോൾ അവൻ എടുത്ത് ചോദിക്കണം, എന്താ ഈ മുഖം ഇങ്ങനെ കെട്ടിയിറക്കി വെച്ചുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല മോനെ, ഇത് ഇത്രയും ഒഴിക്കണമെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം ആ വെള്ളം എടുക്കണം? ഒരു ബക്കറ്റ് എടുത്താൽ മതി, കുറച്ച് വെള്ളം വേഗം ഒഴിക്കാമെങ്കിലും. ഇതാകുമ്പോൾ ഇതിലങ്ങ് ഒഴിച്ച് ശീലിച്ചു. പിന്നെ സിറ്റൗട്ടിലിരിക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം തളിച്ചിട്ട് 2-3 ദിവസമായി. അതിനെല്ലാം വെള്ളം തളിച്ചു, എല്ലാമൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം വേഗം പോയി ഒരു ചായയും കിട്ടും കേട്ടോ. എനിക്ക് വിത്തൗട്ട് എൻ്റെ പൊന്നും കുടത്തിന് മധുരമുള്ളത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവനുമായിട്ടിരുന്ന് അവൻ്റെ കുറേ കത്തി കേട്ടു. കുറേ കത്തി. പിന്നെ അവൻ്റെ പറയുന്ന കാര്യങ്ങൾ കൂടെ ആരെങ്കിലും കേൾക്കാൻ വേണ്ടേ. അവൻ പറയുന്ന എല്ലാം ഞാൻ ഇങ്ങനെ തലകുലുക്കി കേട്ടു. എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് മോനെ വിളിക്കാൻ പോയി കേട്ടോ. ഈ ഭാഗത്തോട്ട്, നമ്മുടെ ഈ താമസിക്കുന്ന ഈ വീടിൻ്റെ ഭാഗത്തോട്ട് നൈറ്റ് ഒരു 7:45 ആകുമ്പോൾ വണ്ടി അങ്ങ് തീരും കേട്ടോ, ബസ്. അപ്പം പോയി വിളിച്ചേ പറ്റും. റോഡിൽ കുറച്ച് നേരം നിന്ന്. അപ്പോൾ മോൻ വന്നു. അങ്ങനെ മോനും ഞാനും കൂടെ തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, അവിടെ മീൻ വിൽക്കുന്നു. പരവയും എന്തൊക്കെയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കൂടുതലൊന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണ് CD മീൻ, വാത്തിക്കാറിലെന്ന് പറയാം, അത് നല്ല പച്ച മീൻ കേട്ടോ. അങ്ങനെ അത് തരാൻ പറഞ്ഞു. അതും അയിലയും വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് മൊത്തത്തിൽ എടുത്തോളാനെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയൊന്നും വേണ്ട, എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് കച്ചവടം ആയതുകൊണ്ടായിരിക്കും ലാഭത്തിന് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.